നിങ്ങൾ പൂർണ്ണമായും ഒറ്റയ്ക്കായിരിക്കുന്ന സമയങ്ങളിൽ മാത്രം ചെയ്യാറുള്ള 7 കാര്യങ്ങളുണ്ട്. അതിൽ വെറും 3 കാര്യങ്ങളെങ്കിലും നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ലോകത്തിലെ വെറും 2% ആളുകൾക്ക് മാത്രം ലഭിക്കുന്ന സവിശേഷമായ ഒരു ബ്രെയിൻ വയറിംഗ് ആണ് നിങ്ങൾക്കുള്ളത്. ഞാനിവിടെ സംസാരിക്കുന്നത് സ്കൂളിലെ മാർക്കിനെക്കുറിച്ചോ വലിയ ക്വാളിഫിക്കേഷനുകളെക്കുറിച്ചോ അല്ല. അതിനേക്കാളൊക്കെ അപൂർവമായ, നിങ്ങളുടെ ചുറ്റിനുമുള്ള ഒരാൾ പോലും തിരിച്ചറിയാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയെക്കുറിച്ചാണ്. പലരും വിചാരിക്കുന്നത് ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്നത് വലിയ ഡിഗ്രികളിലും മറ്റുള്ളവരോട് തർക്കിച്ചു ജയിക്കുന്നതിലും സോഷ്യൽ മീഡിയയിലെ ബഹളങ്ങളിലുമൊക്കെയാണ് ഇരിക്കുന്നത് എന്നാണ്. എന്നാൽ മനഃശാസ്ത്രം പതിറ്റാണ്ടുകളായി നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു അസ്വസ്ഥതപ്പെടുത്തുന്ന സത്യമുണ്ട്. യഥാർത്ഥ ബുദ്ധി ഒരിക്കലും പബ്ലിക്കായി പ്രകടിപ്പിക്കപ്പെടാറില്ല. അത് വളരെ നിശബ്ദമാണ്. ആരും നിങ്ങളെ കാണാത്തപ്പോൾ, ആരും നിങ്ങൾക്ക് മാർക്കിടാത്തപ്പോൾ, ആരും കൈയടിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ചില നിശബ്ദമായ പ്രക്രിയകളിലാണ് അത് ഒളിഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഈ 7 സ്വകാര്യ ശീലങ്ങൾ. ഇതിൽ 7ാമത്തെ കാര്യം നിങ്ങളെ തന്നെ നോക്കിക്കാണുന്ന രീതിയെ പൂർണ്ണമായി മാറ്റിക്കളയും. 1. കൃത്യമായ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളുമായി ഒറ്റയ്ക്കിരിക്കുക. എപ്പിസ്റ്റമിക് പേഷ്യൻസ്. നമ്മുടെ ശ്വാസം അടക്കിപ്പിടിക്കുന്നത് ശരീരത്തിന് എത്രത്തോളം ബുദ്ധിമുട്ടാണോ അതുപോലെയാണ് സാധാരണക്കാരായ മനുഷ്യർക്ക് വ്യക്തതയില്ലാത്ത സാഹചര്യങ്ങൾ. ഒരു കാര്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയില്ലെങ്കിൽ അവരുടെ മനസ്സ് പാനിക്കാകും. അതുകൊണ്ടുതന്നെ മുന്നിൽ കാണുന്ന എന്തെങ്കിലും ഒരു ശരാശരി ഉത്തരം സ്വീകരിച്ച് അവർ ആ ചിന്ത അവിടെ അവസാനിപ്പിക്കും. എന്നാൽ ഒരു ഹൈ ഫങ്ഷനിങ് മൈൻഡുള്ള വ്യക്തി ചെയ്യുക ഇതിന് നേരെ വിപരീതമാണ്. അവർ ആ ചോദ്യത്തെ പെട്ടെന്ന് ഒതുക്കി തീർക്കാൻ ശ്രമിക്കില്ല. ശരിയായ ഉത്തരം കിട്ടുന്നതുവരെ എത്ര ദിവസങ്ങൾ വേണമെങ്കിലും ആ സംശയവുമായി അവർ മുന്നോട്ടു പോകും. സൈക്കോളജിയിൽ ഇതിനെ എപ്പിസ്റ്റമിക് പേഷ്യൻസ് എന്ന് വിളിക്കുന്നു. മനസ്സിലാക്കേണ്ട മാറ്റം, എല്ലാവരും പെട്ടെന്നൊരു തീരുമാനത്തിലെത്തിച്ചേരാൻ ഓടുമ്പോൾ നിങ്ങൾ 2 വിപരീത ചിന്തകളെ ഒരേ സമയം മനസ്സിൽ കൊണ്ടുനടക്കാൻ പാകത്തിൽ നിങ്ങളുടെ മനസ്സ് പാകപ്പെടുത്തുകയാണ്. ഇതൊരു മടിയല്ല, മറിച്ച് നിങ്ങളുടെ മാനസികമായ കനത്തെയാണ് കാണിക്കുന്നത്. ഈയൊരു ഉന്നത മാനസികാവസ്ഥ സ്വന്തമാക്കാനും സ്വയം ഇംപ്രൂവ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്കായി നമ്മുടെ ചാനലിൽ ഒരു മികച്ച അവസരമൊരുക്കിയിട്ടുണ്ട്. ഓരോന്നിനും 3999 രൂപ വിലമതിക്കുന്ന 2 പ്രീമിയം കോഴ്സുകളായ ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് ദ മാസ്റ്റർ ക്ലാസ്, അതുപോലെ നിങ്ങളുടെ ഫിറ്റ്നസ് പൂർണ്ണമായി മാറ്റിയെടുക്കാനുള്ള അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡ് എന്നിവ ഇപ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി നേടാം. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് വെറും 179 രൂപയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക എന്നത് മാത്രമാണ്. ഇതിലൂടെ ഈ 2 മാസ്റ്റർ ക്ലാസ് കോഴ്സുകൾക്ക് പുറമെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി പ്ലേലിസ്റ്റുകളായ ലുക്ക് മാക്സിംഗ്, ഡാർക്ക് സൈക്കോളജി, കൂടാതെ ലൈഫ് മാറ്റാൻ സഹായിക്കുന്ന ഹൈലി വാല്യൂഡ് ബുക്ക് സമ്മറീസ് ഇൻ മലയാളം എന്നിവയിലേക്കും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആക്സസ് ലഭിക്കുന്നതായിരിക്കും. ഈ സ്വയം മെച്ചപ്പെടുത്തലിന്റെ പാതയിലേക്ക് കടക്കാൻ താഴെയുള്ള ജോയിൻ ബട്ടൺ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ശീലത്തിലേക്ക് കടക്കാം. സ്വന്തം വിശ്വാസങ്ങളെ സ്വയം ചോദ്യം ചെയ്യുക. ആക്റ്റീവ് സെൽഫ് ഓപ്പോസിഷൻ. ബഹുഭൂരിഭാഗം ആളുകളും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചിന്തിക്കുക അവർ ജയിച്ച തർക്കങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ബാക്കിവെച്ച മറുപടികളെക്കുറിച്ചോ ഒക്കെയായിരിക്കും. താൻ എപ്പോഴും ശരിയാണെന്ന് വരുത്തി തീർക്കാനാണ് സാധാരണ മനസ്സ് ശ്രമിക്കുക. എന്നാൽ നിങ്ങൾ ചെയ്യാറുള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റായിരിക്കും. നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾക്കെതിരെ നിന്നുകൊണ്ട് നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങളുടെ ചിന്തകൾക്ക് എത്രത്തോളം ആഴമുണ്ടെന്ന് പരിശോധിക്കാൻ നിങ്ങൾ തന്നെ അതിനെ എതിർത്തുവാദിക്കും. ഇതിനെ ആക്റ്റീവ് സെൽഫ് ഓപ്പോസിഷൻ എന്ന് വിളിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ഇതേ മെന്റൽ എഞ്ചിനാണ്. ഈ ലോകം തങ്ങൾക്കറിയാത്ത കാര്യങ്ങളെപ്പോലും അന്ധമായി വിശ്വസിച്ച് നടക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ചിന്തകളെപ്പോലും ഒരു സയന്റിസ്റ്റിനെ പോലെ ടെസ്റ്റ് ചെയ്യുകയാണ്. ഇതിന് വലിയൊരു ഇന്റലക്ച്വൽ കറേജ് ആവശ്യമാണ്. 3. വികാരങ്ങളെ ഡേറ്റയായി പഠിക്കുക. മെറ്റാകോഗ്നിഷൻ. ആർക്കും ദേഷ്യപ്പെടാം, ആർക്കും വിഷമിക്കാം. എന്നാൽ വളരെ കുറച്ചുപേർ മാത്രമേ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കൂ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് ആ ദേഷ്യത്തിന് ഇത്രയും തീവ്രതയുണ്ടായത്? എന്താണ് അതിൻ്റെ റൂട്ട് കോസ്? നിങ്ങൾ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കിരുന്ന് നിങ്ങളുടെ ഒരു ഇമോഷനെ ബാക്കിലേക്ക് ട്രാക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും സാധിക്കാത്ത
മെറ്റാകൊഗ്നിഷൻ എന്ന പ്രക്രിയയാണ്. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് റിയാക്ട് ചെയ്യുകയല്ല, പകരം അവയെ ഡീകോഡ് ചെയ്യുകയാണ്. പലരും അവരുടെ വികാരങ്ങളുടെ വെറുമൊരു യാത്രകൻ മാത്രമാകുമ്പോൾ നിങ്ങൾ അതിൻ്റെ മാപ്പ് കൃത്യമായി വായിക്കുന്ന ഡ്രൈവറാകുന്നു. 4. സ്വന്തം ഭൂതകാലത്തെ റീറൈറ്റ് ചെയ്യുക. കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി. ഇവിടെ റീറൈറ്റ് ചെയ്യുക എന്നുദ്ദേശിച്ചത് പഴയ സംഭവങ്ങൾ മാറ്റുക എന്നല്ല, അതിന് നൽകുന്ന അർത്ഥം മാറ്റുക എന്നാണ്. ബുദ്ധിയുള്ള മനുഷ്യർ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നത് വെറുതെ സങ്കടപ്പെടാനോ സന്തോഷിക്കാനോ അല്ല, ആ ഓർമ്മകളെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ആരോ നിങ്ങളോട് പറഞ്ഞൊരു മോശം കാര്യം, അല്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് സംഭവിച്ചൊരു പരാജയം, ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പാത്രം കഴുകുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ഓർക്കുമ്പോൾ അതിൽ നിന്നും പുതിയൊരർത്ഥം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഓ, അന്നവർ അത് പറഞ്ഞത് ഇതുകൊണ്ടായിരുന്നുവല്ലേ എന്ന് പെട്ടെന്ന് തോന്നുന്നത് ഒരു യാദൃച്ഛികതയല്ല. അതിനെയാണ് കോഗ്നിറ്റീവ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ മനസ്സ് പഴയ അനുഭവങ്ങളെ വെറുതെ സ്റ്റോർ ചെയ്തു വയ്ക്കുകയല്ല, മറിച്ച് അതിൽ നിന്നും മികച്ച പാഠങ്ങൾ നിരന്തരം എഡിറ്റ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. 5. പ്രായോഗികമായി ഉപകാരമില്ലാത്ത കാര്യങ്ങളിലുള്ള അമിത താൽപ്പര്യം. മിക്ക ആളുകളുടെയും കൗതുകം അല്ലെങ്കിൽ പഠനം എന്നത് ഒരു ബിസിനസ് പോലെയാണ്. പണമുണ്ടാക്കാനോ പരീക്ഷ ജയിക്കാനോ ആരെങ്കിലും ഇംപ്രസ് ചെയ്യാനോ വേണ്ടിയേ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കൂ. എന്നാൽ നിങ്ങൾ ചിലപ്പോൾ രാത്രികളിൽ ഉറങ്ങാതെ ഈ ലോകത്ത് ഒട്ടും പ്രാധാന്യമില്ലാത്ത ഏതെങ്കിലും ഒരു ചരിത്രത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സയൻസ് ടോപ്പിക്കിനെക്കുറിച്ചോ മണിക്കൂറുകളോളം റിസർച്ച് ചെയ്യാറില്ലേ? ഇതുകൊണ്ട് നിങ്ങൾക്ക് നാളെ ഒരു പ്രൊമോഷനോ പണമോ കിട്ടാനില്ല, എങ്കിൽ പോലും നിങ്ങളുടെ ബ്രെയിൻ അതിനായി ദാഹിക്കുന്നു. സൈക്കോളജിയിൽ ഇതിനെ ഇൻട്രിൻസിക് ഇന്റലക്ച്വൽ ഡ്രൈവ് എന്ന് വിളിക്കുന്നു. ലോകം മാറ്റിയ എല്ലാ വലിയ മനുഷ്യരുടെയും തുടക്കം മറ്റുള്ളവർക്ക് ഭ്രാന്ത് എന്ന് തോന്നിയ ഇത്തരം ചില താൽപ്പര്യങ്ങളിൽ നിന്നായിരുന്നു. 6. ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വന്തം ചിന്ത തിരുത്തുക. ഇത് വളരെ അപൂർവമായ ഒന്നാണ്. ഭൂരിഭാഗം ആളുകളും ഒരു കാര്യം ചിന്തിച്ചു തുടങ്ങിയാൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ പോലും സ്വന്തം ഈഗോ കാരണം ആ ചിന്തയുമായി മുന്നോട്ടു പോകും. അവർക്ക് ശരിയാകുന്നതിനേക്കാൾ പ്രധാനം താനെടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുക എന്നതാണ്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കിൻ്റെ പകുതിയിൽ വെച്ച് പോലും അല്ല, ഞാൻ ചിന്തിച്ചത് തെറ്റാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടാൽ പെട്ടെന്ന് തന്നെ ആ ചിന്തയെ മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ ഈഗോയുടെ പ്രശ്നമില്ല. ഇതിനെയാണ് റിയൽ ടൈം ഇന്റലക്ച്വൽ എജിലിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു 4 സെക്കൻഡ് തെറ്റാകുന്നതിൽ നിങ്ങൾക്ക് മടിയില്ല, കാരണം അടുത്ത 40 വർഷം ശരിയായിരിക്കണം എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. 7. സ്വന്തം ചിന്തകളെ ഒരു കൂട്ടിനായി കാണുക. ഓട്ടോണോമസ് കോഗ്നിറ്റീവ് എൻഗേജ്മെന്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി മാറ്റുന്നതുമായ കാര്യം. ഇതിനർത്ഥം എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ മടിയൊന്നുമില്ല എന്നല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ അത്രമാത്രം ആസ്വദിക്കുന്നു എന്നാണ്. ഫോൺ പോലുമില്ലാതെ ഒരു ലോങ് വാക്ക് പോകുന്നത് ഒരു ശിക്ഷയായിട്ടല്ല, വലിയൊരു ലക്ഷറി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുക. നിശബ്ദത നിങ്ങളെ ബോറടിപ്പിക്കില്ല, മറിച്ച് സമാധാനമാണ് തരിക. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഓട്ടോണോമസ് കോഗ്നിറ്റീവ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നു. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയുള്ളവർക്ക് ക്രിയേറ്റിവിറ്റിയും ചിന്താശേഷിയും മറ്റുള്ളവരെക്കാൾ വളരെ കൂടുതലായിരിക്കും എന്നാണ്. കാരണം സ്വന്തം മനസ്സ് ഒരു നല്ല കൂട്ടുകാരനായി മാറുമ്പോൾ പുറത്തുനിന്നുള്ള ബഹളങ്ങളോ താൽക്കാലിക ഡിസ്ട്രാക്ഷനുകളോ നിങ്ങൾക്ക് ആവശ്യമായി വരുന്നില്ല. ഒരു പ്രധാന കാര്യം, എത്തിക്കൽ നോട്ട്. ഈ പറഞ്ഞ ശീലങ്ങൾ നിങ്ങളെ മറ്റുള്ളവരെക്കാൾ വലിയ ആളാക്കുന്നു എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും നിങ്ങളെ തന്നെ തിരിച്ചറിയാനും സഹായിക്കുന്ന ചില ലക്ഷണങ്ങൾ മാത്രമാണ്. ഇതിനെ ഒരിക്കലും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കരുത്. യഥാർത്ഥ ബുദ്ധി എന്നത് ഒരിക്കലും സ്റ്റേജിലെ വെളിച്ചത്തിലല്ല ജീവിക്കുന്നത്. അത് രാത്രി 2 മണിക്ക് നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന അടുക്കളയിലോ ഫോൺ പോലുമില്ലാതെ നിങ്ങൾ നടക്കാൻ പോകുന്ന വഴികളിലോ ഒക്കെയാണ് രൂപപ്പെടുന്നത്. ഈ പറഞ്ഞ 7 കാര്യങ്ങളിൽ വെറും 3 എണ്ണമെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി മാച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശരിയായ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. നിങ്ങൾക്ക് ഈ 7 കാര്യങ്ങളിൽ എത്ര എണ്ണമാണ് കൃത്യമായി ഒത്തുപോയത്? അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നൽകിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ചിന്താശേഷിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ സൈക്കോളജി വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോയുടെ ആദ്യ ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ 3999 രൂപ വിലയുള്ള ഫീമെയിൽ സൈക്കോളജി ഡീകോഡഡ് മാസ്റ്റർ ക്ലാസും അൾട്ടിമേറ്റ് കാലിസ്തനിക്സ് ഗൈഡും വെറും 179 രൂപയുടെ ചാനൽ മെമ്പർഷിപ്പിലൂടെ സ്വന്തമാക്കാനുള്ള അവസരം പാഴാക്കരുത്. ഇതിനോടകം തന്നെ നമ്മുടെ ചാനലിലെ 500-ലധികം മെമ്പേഴ്സ് ജോയിൻ ചെയ്ത് ഈ ആനുകൂല്യങ്ങളും ഡാർക്ക് സൈക്കോളജി ലുക്ക് മാക്സിംഗ് പ്ലേലിസ്റ്റുകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്.
അവരോടൊപ്പം ചേരാൻ താഴെയുള്ള ജോയിൻ ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.